മഹർഷി വാത്മീകി കോർപ്പറേഷൻ ഫണ്ട് വകമാറ്റാൻ മൂഡയുടെ ഭൂമി ഇടപാട്. കർണാടകയിൽ ഈ 2 അഴിമതി ആരോപണങ്ങളിലൂടെയും കോൺഗ്രസ് സർക്കാരിനെ പ്രതിരോധത്തിലാക്കണമെന്നാണ് BJP കണക്കുകൂട്ടുന്നത്. മൂഡയുടെ ഭൂമി ഇടപാട് കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ പ്രോസിക്യൂട്ട് ചെയ്യാനും അനുമതി രാജ്ഭവനിൽ നിന്നുണ്ടായി. നിയമപരമായ പരിശോധനയോ പ്രാഥമിക അന്വേഷണമോ ഇല്ലാതെ മുഖ്യമന്ത്രിക്കെതിരെ ലഭിച്ച പരാതിയിൽ ഇടംവലം നോക്കാതെയാണ് ഗവർണർ താവർചന്ദ് ഗെഹ്ലോട്ട് പ്രോസിക്യൂഷൻ അനുമതി നൽകിയത്. ഇതാകട്ടെ ഭരണപക്ഷം ഞൊടിയിടയിൽ രാഷ്ട്രീയ ആയുധവുമാക്കി മാറ്റി. ആരോപണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചതോടെ പ്രതിപക്ഷം മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യവുമായി രംഗത്തെത്തിയിരുന്നു. എന്നാൽ മുഖ്യമന്ത്രിക്കെതിരായ നീക്കത്തെ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കാൻ കോൺഗ്രസ് രംഗത്ത് വന്നതോടെ BJPയുടെ കണക്കുകൂട്ടലുകൾ തെറ്റി. കോൺഗ്രസ് ദേശീയ നേതൃത്വം കൂടി പിന്തുണ പ്രഖ്യാപിച്ചതോടെ കൂടുതൽ കരുത്തോടെ പ്രതിപക്ഷത്തെ നേരിടാനും ഗവർണർക്കെതിരെ നിലപാടെടുക്കാനും സിദ്ധരാമയ്യയ്ക്കായി. പ്രോസിക്യൂഷൻ അനുമതി കാര്യത്തിലെ വിവേചനത്തിനെതിരെ കോൺഗ്രസും വിവിധ സാമൂഹിക സംഘടനകളും പ്രക്ഷോഭവുമായി രംഗത്തു വന്നു. ഈ മാസം 30-ന് രാജ്ഭവനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്താനൊരുങ്ങുകയാണ് കോൺഗ്രസ്. രാഷ്ട്രീയ അസ്ഥിരതയോടൊപ്പം ഭരണമാറ്റം വരെ മനസ്സിൽ കണ്ടുള്ള BJPയുടെ നീക്കം അവരെ തന്നെ തിരിഞ്ഞുകൊത്തുന്ന അവസ്ഥയിലാണെന്ന് ചുരുക്കം. പിന്നോക്ക സമുദായക്കാരായ മുഖ്യമന്ത്രിക്കെതിരായ നീക്കമെന്ന പരാതിയുമായി ദലിത് പിന്നോക്ക ന്യൂനപക്ഷ കൂട്ടായ്മ അഹിന്ദ രാജ്ഭവനെതിരെ ശക്തമായ പ്രക്ഷോഭവുമായി രംഗത്തെത്തി. സംസ്ഥാനത്തെ എല്ലാ ജില്ലാ തലങ്ങളിലും അഹിന്ദ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണകളും മാർച്ചും നടത്തി. വിവിധ മഠാധിപതികളും സമുദായ നേതൃത്വങ്ങളും സിദ്ധരാമയ്യക്കെതിരായ നീക്കത്തിനെതിരെ ശക്തമായ താക്കീത് നൽകിയിട്ടുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിക്കാനുള്ള നീക്കമാണിതെന്നും സിദ്ധരാമയ്യയ്ക്ക് പിന്നിൽ ഒറ്റക്കെട്ടായി അണിചേരുമെന്നും മഠാധിപതികൾ പ്രഖ്യാപിച്ചു. ഫലത്തിൽ പ്രതിപക്ഷത്തിന് കൂടുതൽ തിരിച്ചടികളാണ് ലഭിച്ചത്. അഴിമതി ആരോപണങ്ങൾ ഭരണപക്ഷത്തിനെതിരായ പ്രചാരണായുധമായി നിലനിർത്തുന്നതോടൊപ്പം വളരെ ദുർബലമായ പാർട്ടികളുടെ സംഘടനാ സംവിധാനം ഊർജ്ജസ്വലമാക്കുകയാണ് സംസ്ഥാന പ്രസിഡന്റ് BY വിജയേന്ദ്രനും പിതാവ് യെദ്യൂരപ്പയും കരുതിയത്. എന്നാൽ ഫലം മറിച്ചായിരുന്നു. മൈസൂർ ചലോ പാദയാത്ര പാർട്ടിയിൽ മാത്രമല്ല JDS സഖ്യത്തിലും പ്രശ്നങ്ങൾക്കിടയാക്കി. കോൺഗ്രസ് സർക്കാരിനെതിരെ ഉയർത്തിയ ആരോപണങ്ങൾ ലക്ഷ്യം കണ്ടതുമില്ല. അതിന്റെ പേരിൽ പാർട്ടിയിലെ വിഭാഗീയത കൂടുതൽ രൂക്ഷമാവുകയും ചെയ്തതോടെ സംസ്ഥാന നേതൃത്വം തീർത്തും പ്രതിസന്ധിയിലായി. മുഖ്യമന്ത്രിക്കെതിരായ പരാതിയിൽ ശരവേഗത്തിൽ അനുമതി നൽകിയ ഗവർണർ എന്തുകൊണ്ടാണ് BJP-BJDS നേതാക്കൾക്കെതിരായ കേസുകളിൽ പ്രോസിക്യൂഷൻ അനുമതി അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോകുന്നതെന്ന ചോദ്യം ഉയർത്തിയിരിക്കുകയാണ് കോൺഗ്രസ്. കേന്ദ്രമന്ത്രിയും JDS സംസ്ഥാന പ്രസിഡന്റുമായ HD കുമാരസ്വാമി, BJP നേതാവും മുൻ മന്ത്രിയുമായ ശശികല ജ്വാലെ, BJP നേതാവും മുൻ മന്ത്രിയുമായ മുരുകേഷ് നിറാനി, ഖനി വ്യവസായിയും BJP നേതാവുമായ ജനാർദ്ദൻ റെഡ്ഡി എന്നിവർക്കെതിരെയുള്ള നടപടികളാണ് രാജ്ഭവൻ വൈകിപ്പിക്കുന്നത്. അന്വേഷണ നടപടികൾ പൂർത്തിയാക്കിയതും ലോകായുക്ത ഉൾപ്പെടെയുള്ള റിപ്പോർട്ടുകൾ സമർപ്പിച്ചതായും അഴിമതി കേസുകളാണ് കുമാരസ്വാമി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെയുള്ളത്. ഗവർണറുടെ നടപടി ഭരണഘടനാ വിരുദ്ധവും സംസ്ഥാന സർക്കാരിനെ ദുർബലപ്പെടുത്തുന്നതുമാണെന്ന് ചൂണ്ടിക്കാട്ടി സിദ്ധരാമയ്യ സമർപ്പിച്ച ഹർജിയിൽ മുഖ്യമന്ത്രിക്കെതിരായ നടപടി താൽക്കാലികമായി തടഞ്ഞിരിക്കുകയാണെന്ന് ഹൈക്കോടതി സിദ്ധരാമയ്യയുടെ ഭാര്യ പാർവതിയും ഭാര്യാ സഹോദരൻ മല്ലികാർജുന സ്വാമി ദേവരാജും വ്യാജരേഖകൾ നൽകി മൂഡയുടെ നഗരമധ്യത്തിലുള്ള പ്ലോട്ടുകൾ കൈവശപ്പെടുത്തിയെന്നാണ് പരാതി.